ബൈബിൾ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന ആ സഭയിലെ സഹോദരിമാർ തമ്മിലിങ്ങനെ ഒരു സംഭാഷണം ഇങ്ങനെ ചെയ്തപ്പം ഒരു സഹോദരി മറ്റേ സഹോദരിയോട് പറയുകയാണ്, എടി ഇന്നലെ എനിക്ക് ക്ലാസ്സിന് പോകാനായിട്ട് വരാനായിട്ട് സാധിച്ചില്ല, ബസ്സില്ലായിരുന്നല്ലോ, ബസ്സില്ലാഞ്ഞതുകൊണ്ട് എനിക്ക് ഇന്നലെ ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട മറ്റേ സഹോദരി പറയുകയാണ്, എടി ഇന്നലെ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ക്ലാസ്സിന് പോയി. വി പി പൗലോസാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇന്നലെ ബസ്സില്ലായിരുന്നെങ്കിലും ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട്, എക്കോ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവിടുത്തെ സൗണ്ട് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ. വേറൊരു കാര്യം, ഞാനിപ്പോൾ പറഞ്ഞത് വാമൊഴിയാണ്, വി പി പൗലോസാൻ പറഞ്ഞതാണ്. ഇനിയും പറയാൻ പോകുന്നതായിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കാഴ്ചപ്പാടിനോടുള്ള ഓരോന്നിലുള്ള കാഴ്ചപ്പാട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വരമൊഴിയാണ്. ഞാൻ വായിച്ചതാണ്. കർത്താവിൻ്റെ ദാസൻ എം ഇ ചെറിയാൻ സാറ് എഴുതിയ ഒരു പുസ്തകമാണ് യോർദാനക്കരെ. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. യോർദാനക്കരെ യോശുവയുടെ പുസ്തകത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു പഠന പുസ്തകമാണ്. നല്ലൊരു സിമ്പിൾ. എം ഇ ചെറിയാൻ സാർ എന്ന് പറഞ്ഞ ഒരു ജനകീയനാണല്ലോ, എല്ലാം ലളിതമാണ്. അപ്പോൾ യോർദാനക്കരെ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പുസ്തകം, അത് യോശുവയുടെ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം, ഒരു പഠനമാണ്. വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു പഠനമാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പേജിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: ഞാൻ ഈ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, വർഷങ്ങളായി മുമ്പ് കേട്ടതാണ്, അതുകൊണ്ട് എക്സാക്ട്ലി ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകുമായിരിക്കും. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു. അടുത്ത വാചകം: ആശുപത്രിയിൽ കിടക്കയിൽ രോഗിയായി കിടക്കുമ്പോഴും എൻ്റെ ഭാര്യ പറയുമായിരുന്നു, ഇന്ന് തിങ്കളാഴ്ച ദിവസമല്ലേ, എനിക്ക് മധുര ദൈവാലയത്തിൽ ബൈബിൾ ക്ലാസ്സിന് പോകണമെന്ന്. ഇത് വരമൊഴിയാണ്, ഞാൻ വായിച്ചതായിരിക്കുന്ന കാര്യമാണ്. ആശുപത്രി കിടക്കയിൽ എൻ്റെ ഭാര്യ രോഗിയായി കിടക്കുമ്പോഴും പറയുമായിരുന്നു, ഇന്ന് തിങ്കളാഴ്ച ദിവസമല്ലേ, എൻ്റെ മധുര സുവിശേഷാലയത്തിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്, എനിക്കതിന് പോകണമെന്ന്. ഈ നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മളെ എല്ലാ കാര്യത്തിലും വ്യത്യാസപ്പെടുത്തുന്നത്. മലയാളികളായിരിക്കുന്ന നമ്മൾ സാധാരണ പറയുന്ന ഒരു ചൊല്ലുണ്ട്. ഞാൻ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അവർ കൊണ്ടുതരുന്ന പുസ്തകമൊക്കെ ഇങ്ങനെ വായിക്കും. ഈ കടങ്കഥകൾ, നുറുങ്ങ് കവിതകൾ, കുഞ്ഞുണ്ണി കഥകളൊക്കെ ഞാൻ വായിച്ചു. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ട് എൻ്റെ ലൈബ്രറിയിൽ ഏറ്റവും അടിയിലത്തെ തട്ടിൽ അതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. 10 രൂപയ്ക്കൊക്കെ മേടിച്ച് അന്നു മുതലേ. അപ്പോൾ ഈ പഴമൊഴിയും ഇങ്ങനെയുള്ള കുറേ നുറുങ്ങുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് ഞാൻ ഒരു ഡയറിക്കകത്ത് ആരെങ്കിലുമൊക്കെ പറയുന്നത് എഴുതി വയ്ക്കും. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ശീലങ്ങൾ. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇന്നലെ നമ്മൾ പിരിഞ്ഞത് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെയാണ്. എന്താണ് ആ ചോദ്യം? എന്തുകൊണ്ടാണ് നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ, നമ്മൾ എന്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നില്ല? പേഴ്സണൽ ഇവാഞ്ചലിസം ആയിക്കോട്ടെ, മാസ് ഇവാഞ്ചലിസം ആയിക്കോട്ടെ, സുവിശേഷ വേല വിവിധ മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിന് ഉത്തരമായിട്ട് ഒരു സംഭവം പറയാം. ഒരു സംഭവ കഥ. നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന EMS നമ്പൂതിരിപ്പാടും പ്രിസൺ ഇവാഞ്ചലിസം മിനിസ്ട്രിയുടെ ഡയറക്ടറുമായിരുന്ന കുഞ്ഞുവൻ ചാക്കോച്ചാനും കൂടെ ഒരുമിച്ച് അവർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. അപ്പം EMS നമ്പൂതിരിപ്പാട് ഇരിക്കുന്ന ആ സീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുവൻ ചാക്കോച്ചാനും ഇരിക്കുന്നത്. ഇവർ തമ്മിൽ അടുത്തടുത്തിരുന്നു. അപ്പം രണ്ടുപേരും പ്രഗത്ഭന്മാരായിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഇവരിങ്ങനെ സംഭാഷണം തുടങ്ങിയ മധ്യേ കുഞ്ഞുവൻ ചാക്കോച്ചാൻ ഈ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു. EMS നമ്പൂതിരിപ്പാടിനോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹം ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധയോടെ കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് EMS നമ്പൂതിരിപ്പാട് നമ്മുടെ കർത്തദാസൻ കുഞ്ഞുവൻ ചാക്കോച്ചായനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഇത്രയും നേരം എന്നോട് പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
അദ്ദേഹമൊക്കെ വലിയ എന്താ മഹാനായ വ്യക്തികളാണ്, അങ്ങനെയൊക്കെ അവർ ചോദിക്കുകയുള്ളൂ. അദ്ദേഹം സുവിശേഷം പങ്കുവെച്ച കുഞ്ഞുമോൻ ചാക്കോച്ചാനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ആകെ കൺഫ്യൂഷനായി. ഇതെന്തൊരു ചോദ്യമാണ്, ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ താങ്കളോട് ഇത് പങ്കുവെച്ചത്. ഞാൻ പിന്നെയും അദ്ദേഹം ചോദിച്ചു, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ സന്ദേശം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, EMS വീണ്ടും പറയുകയാണ്, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഞാനിത് വിശ്വസിക്കുകയായിരുന്നു എങ്കിൽ ഒരു പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് ലോകം മുഴുവൻ ഇത് പങ്കുവെച്ചേനെ. ആരാണ് പറയുന്നത്? കുഞ്ഞുമോൻ ചാക്കോച്ചാനാണ് പറയുന്നത്. ദൈവകരങ്ങളിൽ വളരെ വളരെ എടുത്തുപയോഗിക്കപ്പെട്ട ജോൺ കുര്യച്ചാന്റെ അളിയൻ കുഞ്ഞുമോൻ ചാക്കോച്ചാനാണ് ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ലോകം വിട്ട് കടന്നുപോയി. EMS നമ്പൂതിരിപ്പ് അതിന് മുൻപ്, അതുകൊണ്ട് നിങ്ങൾ ആരും പോയി ചോദിക്കാൻ നിൽക്കണ്ട. ഞാനിത് വിശ്വസിക്കുന്നില്ല. മിസ്റ്റർ ചാക്കോ, നിങ്ങൾ പറഞ്ഞ ഈ സുവിശേഷം ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നു, നിങ്ങളും വിശ്വസിക്കുന്നില്ല. ഞാനിത് വിശ്വസിക്കുകയായിരുന്നുവെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ ഞാനിത് വിശ്വസിക്കുകയായിരുന്നെങ്കിൽ ഒരു പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് ഈ സത്യം ലോകത്തോട് പറയുമായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നില്ല. അതാണ് അടിസ്ഥാനപരമായി നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ കഴിയാത്തതിൻ്റെ ശരിയായ കാതലായ സത്യം. നാം അതിനെ ഒന്ന് അമൃതാക്കിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ സത്യം നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുമായിരുന്നുവെങ്കിൽ നമ്മളിവിടെ ഇരിക്കുകയില്ല. നിങ്ങളിത് ഇൻവേർട്ടഡ് കോമയിൽ എടുത്താൽ മതി കേട്ടോ, അക്ഷരീക വ്യാഖ്യാനം കൊടുക്കണ്ട. ഇതാണ് ഞാൻ അടക്കം. എന്തുവാ പറയുന്നത്? ചിലരെ തീയിൽ നിന്ന് രക്ഷിക്കുക. തീയിൽ നിന്ന് നമ്മൾ ഒരാൾ അപകടത്തിൽ പോകുന്നു എന്ന് കാണുമ്പോൾ അവരെ രക്ഷിക്കുന്നതായിരിക്കുന്ന വിധം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. നമ്മെ പോലെ സമശിഷ്ടങ്ങളെ, നമ്മെ രക്ഷിച്ച രക്ഷിതാവിനെ കുറിച്ച് ആ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. ഇനിയുമുള്ളതായിരിക്കുന്ന സമയം ക്ലാസ്സുമല്ല, പ്രസംഗവുമല്ല, നമുക്ക് ഒരു വർക്ക്ഷോപ്പ് പോലെ നമുക്കൊന്ന് തുടങ്ങാം. നമുക്ക് ചിന്തിക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിന് മുമ്പായിട്ട് ഞാൻ ഇവാഞ്ചലിസത്തിന് 3 മെയിൻ ഡിവിഷൻസ് ഉണ്ട്. 3 പ്രധാന ഭാഗങ്ങൾ ഇതിനുണ്ട്. സാധാരണ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് 3 M's ഇൻ ഇവാഞ്ചലിസം എന്നുണ്ട്. 3 M's ഇൻ ഇവാഞ്ചലിസം. 3 M അതേതൊക്കെയാണ് പറയാം. 1 ദ മെസ്സേജ് ഓഫ് ഇവാഞ്ചലിസം, 2 ദ മെസ്സഞ്ചർ ഓഫ് ഇവാഞ്ചലിസം, 3 ദ മെത്തേഡ് ഓഫ് ഇവാഞ്ചലിസം. സുവിശേഷത്തിൻ്റെ സന്ദേശം. നമ്മൾ പറയുന്ന സുവിശേഷത്തിന് ഒരു സന്ദേശമുണ്ട്. അപ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കുന്ന നമ്മൾ പറയുന്ന സുവിശേഷത്തിൻ്റെ സന്ദേശം എന്താണ്? ഇതിന് ഒരു സന്ദേശമുണ്ട്. അത് നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം. 2 ദ മെസ്സഞ്ചർ ഓഫ് ഇവാഞ്ചലിസം, സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകൻ. എന്താണ് സുവിശേഷത്തിൻ്റെ സന്ദേശം? എന്താ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം എന്താ? ചാത്തന്നൂർ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൻ്റെ നമ്മുടെ കൂടെ നിൽക്കുകയും കുഞ്ഞുമോൻ ചാക്കോച്ചാനെ പോലെ അനേക
MA തോമാച്ചാനെ പോലെ ബ്രദറൻ ഗോളത്തിൽ നിന്ന ദൈവദാസന്മാർ ഇവിടെ നിന്ന് പോകേണ്ടി പോയി. അവർ എത്രയോ മടങ്ങ് പ്രയോജനപ്പെട്ട ദൈവദാസന്മാർ. അതിലൊരാളാണ് ചാത്തന്നൂർ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൻ്റെ ഫൗണ്ടർ KC തോമസ്. ഇതൊക്കെ ഞാൻ ഈ ഒബ്സർവ് ചെയ്യുന്നതിൽ നിങ്ങളൊക്കെ ജനിക്കുന്ന മുമ്പ് ഞാൻ ജനിച്ച ആളല്ലേ. പിടിച്ചെടുക്കുക ഓരോന്ന് കേട്ടത്. KG കുര്യച്ചാൻ്റെ തുറന്ന കത്തൊക്കെ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം, അതൊക്കെ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിൻ്റെ ആദ്യം അന്തമൊന്നുമില്ല, എല്ലാം അറ്റമൊക്കെ പോയി ദ്രവിച്ച്. അദ്ദേഹം ഒരു ബുക്ക്ലെറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ആ ബുക്ക്ലെറ്റിൻ്റെ ടൈറ്റിൽ, ചില ബുക്ക്ലെറ്റിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ട്രാക്റ്റിൻ്റെ ടൈറ്റിൽ അത് ഈ ചിന്തിച്ചോണം. നമ്മളിവിടെ തുടങ്ങാൻ പോകുക കേട്ടോ, പേഴ്സണൽ ഇവാഞ്ചലിസം തുടങ്ങാൻ പോകുകയാണ്. ആ ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയാമോ? വീണുപോയ മനുഷ്യനും, ആർക്കും അറിയില്ലേ? വീണ്ടെടുപ്പുകാരനായ ദൈവവും. നല്ല ഒരു ടൈറ്റിലാണ്. വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും. സുവിശേഷത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സന്ദേശം. വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും. ഇതാണ് സുവിശേഷ സന്ദേശം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തുടങ്ങാൻ പോവുകയാണ്. ഞാൻ പറയുന്ന ചില റെഫറൻസ് പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് ഈ പേഴ്സണൽ ഇവാഞ്ചലിസത്തിനൊക്കെ പ്രയോജനപ്പെടും. നിങ്ങളതിനെ ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഇനിയും ദ മെസ്സേജ് ഓഫ് ഇവാഞ്ചലിസം, സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകൻ. അപ്പോൾ സുവിശേഷത്തിൻ്റെ സന്ദേശം, സുവിശേഷത്തിന് ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും. ഈ സന്ദേശം പറയുന്ന വ്യക്തി, ആ സന്ദേശം പരത്തുന്ന വ്യക്തി, ആ വ്യക്തി അതിന് ചില അതിന് ആധാരമായി ഞാനൊരു റെഫറൻസ് പറയാം. വായിക്കാം നമുക്ക്. റോമാലേഖനം 10:15. റോമാലേഖനം 10-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഓക്കെ, താങ്ക് യു. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷത്തിന്റെ സന്ദേശവാഹകൻ, സുവിശേഷത്തിന്റെ സന്ദേശം, ആ സന്ദേശവുമായിട്ട്, ആ സന്ദേശത്തെ വഹിച്ചുകൊണ്ട് ആ സന്ദേശം പരത്തുവാനായിട്ട് പോവുകയാണ്. ആ ദീപശിഖയും ഏന്തിക്കൊണ്ട് ഓടുകയാണ്. ആ ദീപശിഖ ആ വ്യക്തി അടുത്തയാൾക്ക് കൊടുക്കുകയാണ്. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ഈ സന്ദേശം പ്രസംഗിക്കണമെങ്കിൽ ആ സന്ദേശം അറിയിക്കുവാനായിട്ട് ഒരാളെ അയക്കണം. ഇനി അതിൻ്റെ 15-ാണ് ഇപ്പോൾ വായിച്ചത്. 9-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 9-ാം വാക്യം മുതൽ. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം ഈ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ഹൃദയം. വാ കൊണ്ട് പറയുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. ഹൃദയത്തിലുള്ളത് വാ കൊണ്ട് പറയുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. ഹൃദയത്തിലുള്ളത് വാ കൊണ്ട് പറയുകയും വേണം. 2 സ്ഥലം. വാ കൊണ്ട് പറയണം. എന്ത് പറയണം? യേശുവിനെ കർത്താവേ എന്ന് പറയണം.
എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശു എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇവാഞ്ചലിസമാണ്. യേശു എന്ന് പറഞ്ഞാൽ ലളിതമായി നമുക്ക് പറയാം, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. യേശു എല്ലാവരുടെയും രക്ഷിതാവാണ്, എല്ലാവരുടെയും രക്ഷിതാവാണ്. പക്ഷേ അവൻ കർത്താവല്ല. കർത്താവാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രക്ഷിതാവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി, ഭർത്താവായി സ്വീകരിക്കണം. കർത്താവ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം കർത്തൃത്വം ഏറ്റെടുത്തവൻ, അഡോണായി, ലോഡ് എന്നൊക്കെ പല ഭാഷകളിൽ പറയും. എൻ്റെ ജീവിതത്തിൻ്റെ സകല കർത്തൃത്വവും രക്ഷിതാവേ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തന്ന് അച്ചായനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവെന്ന് വിവാഹ നാളിൽ ഉടമ്പടി ചെയ്യുന്നത് പോലെ. ഇന്നലെ വരെ അച്ചായനായിരുന്നു, ചേട്ടനായിരുന്നു. എന്നാൽ ഇന്നു മുതൽ കേവലം അച്ചായനല്ല, കേവലം ചേട്ടനല്ല, എൻ്റെ ആത്മഭർത്താവാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അതുകൊണ്ടാണ് വേർപെട്ട ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ചെയ്യുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാത്രം പ്രാർത്ഥിക്കാത്തത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അത് അവൻ യേശുവിനെ നമുക്ക് കർത്താവായി തന്നിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അവൻ കേവലം യേശുവല്ല, അവൻ രക്ഷിതാവായി, കർത്താവായി സ്വീകരിച്ച നാൾ മുതൽ അവൻ കർത്താവാണ്. ഇന്നലെ വരെയായിരുന്നു അവൻ എൻ്റെ യേശു, എന്നാൽ അവൻ എൻ്റെ രക്ഷകനല്ല, അവൻ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ്. ഇന്നലെ വരെ ആ സഹോദരൻ എൻ്റെ അച്ചായനായിരുന്നു, എന്നാൽ ഇന്ന് കേവലം ഒരു അച്ചായനല്ല, ഇപ്പോൾ മുതൽ എൻ്റെ കർത്താവാണ്, എൻ്റെ ഭർത്താവാണ്, ആത്മഭർത്താവാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയണം. അടുത്തത് എന്ത് ചെയ്യണം? ദൈവം ഈ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അത്രയും സെന്റൻസിൽ വലിയ ഒരു സന്ദേശം കിടക്കുകയാണ്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്തിനു മരിച്ചു? ആർക്ക് വേണ്ടി മരിച്ചു? എവിടെ മരിച്ചു? ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു? ആരായതുകൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്? ഇതെല്ലാം അതിൽ വരികയാണ്. ഇതെല്ലാം നമ്മൾ അംഗീകരിച്ച് ഏറ്റു പറയുകയാണ്, ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ്. ഈ അച്ചായൻ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ യോഗ്യനാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത്. എനിക്ക് ആ ബോധ്യമില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കത്തില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നെ സ്നേഹിക്കാനും മാനിക്കാനും സംരക്ഷിക്കാനും എല്ലാത്തിനും കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വ്യക്തി എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലെ വരെ പോലെ അദ്ദേഹം എൻ്റെ ഒരു അച്ചായൻ മാത്രമേ ആകത്തുള്ളൂ. ഇന്നലെ വരെ അവൻ എൻ്റെ ഈ വ്യക്തി എൻ്റെ യേശുവായിരുന്നു, എന്നാൽ ഇന്നു മുതൽ അവൻ എൻ്റെ കർത്താവായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നീ രക്ഷിക്കപ്പെടും. നീ ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുമാണ്. നീ രക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ വായിച്ചത് എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. ഇനി നമുക്ക് വായിക്കാം. വിശ്വസിക്കുകയും ചെയ്താൽ. ഇനി അതിൻ്റെ 13-ാം വാക്യം വായിക്കാം. 13-ാം വാക്യം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. 14-ാം വാക്യം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പോൾ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം?
ആ വ്യക്തിയോടൊരു വിശ്വാസം വേണം. അതാണ് 10:9. വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പോൾ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിനക്ക് രക്ഷ പ്രാപിക്കും. പക്ഷേ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും? അപ്പോൾ ആദ്യം വിശ്വാസം വേണം. അടുത്തത് 14 വാക്യം ഒന്നുകൂടെ. എന്നാൽ അവൻ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അടുത്ത വാചകം. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? വിളിച്ചപേക്ഷിച്ചാൽ രക്ഷ പ്രാപിക്കും. വിളിച്ചപേക്ഷിക്കണമെങ്കിൽ വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം. ആ പടിപടിയായി പോന്ന കണ്ടോ? വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം. ഇനിയും കേൾക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത വാചകം. പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ഇത് കേൾക്കണമെങ്കിൽ ആരെങ്കിലും ഈ കാര്യം പ്രസംഗിക്കണം. അപ്പൊ പ്രസംഗിക്കണം. പ്രസംഗിച്ചെങ്കിലേ കേൾക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത വാചകം, ലാസ്റ്റ് നമ്മൾ ആദ്യം വായിച്ച വാചകം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പം നമ്മളിപ്പോ അവിടുന്ന് ഇങ്ങോട്ടാ വന്നത്. ശരിക്കും എന്ത് ചെയ്യണം? ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ആദ്യം നടക്കേണ്ട കാര്യം എന്തുവാ? ആരെങ്കിലും അയക്കണം. അത് കേവലം ആരെങ്കിലും ആയിരിക്കരുത്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെ ആയിരിക്കണം അയക്കേണ്ടത്. ഈ കാര്യത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് അയച്ചിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി പ്രസംഗിക്കുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞത് പത്രോസിനെയോ പൗലോസിനെയോ ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ഇത് ഒരാൾ പ്രസംഗിക്കാൻ വേണം. പ്രസംഗിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരാൾ അയക്കാൻ വേണം. അയക്കുന്ന വ്യക്തി, ആ അയക്കപ്പെടുന്ന വ്യക്തി പോയി പ്രസംഗിക്കണം. പ്രസംഗിക്കുമ്പോൾ അത് കേൾവിക്കാർ കേൾക്കും. കേൾക്കുമ്പോൾ എന്തു പറ്റും? വിശ്വാസം വരും. വിശ്വാസം വരുമ്പോൾ അവർ വിളിച്ചപേക്ഷിക്കും. വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പോൾ സുവിശേഷത്തിന്റെ സന്ദേശം, സുവിശേഷത്തിന്റെ സന്ദേശവാഹകൻ. ഇനി മൂന്നാമത്തെ കാര്യം, ദ മെത്തേഡ് ഓഫ് ഇവാഞ്ചലിസം, സുവിശേഷീകരണത്തിൻ്റെ രീതി. ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ എന്തുണ്ട്? പഠിച്ച ട്രെയിനിങ് ഉണ്ട്, അല്ലേ? വെറുതെ ആരെ ഒന്നിനും നിയോഗിക്കത്തില്ല. ഇത് പഠിക്കണം. ശരിയായ നിലയിലിരുന്ന് യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ന്യായപ്രമാണം, ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മമായി പഠിച്ച വ്യക്തിയാണ് ഈ 3 MA എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നമ്മുടെ കെ എ സാർ എഴുതിയ മഹാനായ പൗലോസ് എന്ന പുസ്തകമൊക്കെ വായിച്ചു നോക്കിയാൽ കിട്ടും. മഹാനായ പൗലോസ്, ഒരു ചെറിയ മനുഷ്യൻ, ഭയങ്കര ധനാഢ്യനായിരിക്കുന്ന, ന്യായപ്രമാണം അരച്ചു കലക്കി പഠിച്ച വ്യക്തി, അന്നത്തെ കാലത്ത് 3 MA കരസ്ഥമാക്കിയ വ്യക്തി, ഒരു കപ്പൽ ഉടമസ്ഥൻ്റെ മകനെന്നാണ് കേട്ടിരിക്കുന്നത്. വലിയ ധനാഢ്യൻ്റെ മകൻ. പൗലോസ് ഫിലിപ്പിലേഖനത്തിൽ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ജഡത്തിൽ പ്രശംസിക്കാനുണ്ടെങ്കിൽ, ഞാൻ പ്രശംസിക്കുന്നില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കാൾ അധികം എനിക്ക് പ്രശംസിക്കാനുണ്ട്. ചെറിയ ആളൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ യഹോവ സാക്ഷികൾ സുവിശേഷമൊക്കെ പറയുന്നത് നല്ല ട്രെയിനിങ് എടുത്തിട്ടാണ്. വെറുതെ ഒന്നും അവരെ വിടത്തില്ല. അവർ വന്ന് ഒരു കത്തോലിക്കൻ്റെ വീട്ടിൽ വന്ന് സുവിശേഷം പ്രസൻറ്റ് ചെയ്താൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ വീണുപോകും. പക്ഷെ തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? അവരെ വീട്ടിൽ കയറ്റി അവരുമായിട്ട് കുശലം പോലും പറയരുതെന്നാണ്. കാരണം എന്താണ്?
യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പ് അവരാണ്. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് യഹോവ സാക്ഷികൾ. അവരുമായിട്ടുള്ള സംസർഗം പോലും അരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്നതെല്ലാം നുണയാണ്. പക്ഷേ അവർ പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നിപ്പോകും. നമ്മൾ പറയുന്നതെല്ലാം നേരാ, കേട്ടാലോ നുണയാണെന്ന് തോന്നിപ്പോകും. ഇതാണ് ഈ പ്രസന്റ്, ഈ അവതരണത്തിൻ്റെ വ്യത്യാസം അല്ലേ? നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ ചുമ്മാ പ്രാർത്ഥിക്കുക, പിന്നെ ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. എന്നാ പ്രാർത്ഥനയാ. അതേസമയം പെന്തിക്കോസ്തുകാരൊക്കെ പ്രാർത്ഥിച്ചാണ്ടല്ലോ കർത്താവ് പേടിച്ചു പോവും. പേടിച്ചിട്ടാണേലും എന്തെങ്കിലും ചെയ്തേക്കാം, ശല്യം ഈ ശബ്ദം കേട്ടിട്ട്. എന്നാ നമ്മളോ, കർത്താവേ യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ എഴുന്നേറ്റ് പോകത്തില്ല. പിന്നെ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്ന മുൻപ് ഇറങ്ങിപ്പോവും. മറ്റുള്ളവർ പറയുന്നത് നുണയാണ്, പക്ഷേ അവർ പറയുന്നത് സത്യമാണെന്ന് തോന്നിപ്പോവും. പക്ഷേ നമ്മൾ പറയുന്നത് സത്യമാണ്, പക്ഷേ കേൾക്കുന്നവർക്കോ ഈ പറയുന്നവന് പോലും വലിയ വിശ്വാസമില്ല എന്ന വിധത്തിലാണ് നമ്മുടെ അവതരണം. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:15. എഫേഷ്യൻസ് 4:15. സുവിശേഷത്തിന്റെ രീതി. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. അതാണ് ഒറ്റ വാക്കി പറഞ്ഞ ഇതിൻ്റെ രീതി. ഇത് സത്യമാണ് അല്ലേ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. യേശുക്രിസ്തു സത്യമാണ്. ഇത് സത്യവചനമാണ്. അപ്പോൾ ഈ സത്യം നമ്മൾ എങ്ങനെ വേണം പറയാൻ, അത് വളരെ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ വേണം. ഞാനിവിടെ ഇങ്ങനെ കയറി ഇത്രയൊക്കെ ആവേശം കൊള്ളുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അറിയാം. ഞാൻ വളരെ അതെനിക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? PM മാത്തിച്ചാനിരുന്ന മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമൊണ്ടാം ഒരു സൗരഭ്യം അല്ലേ? ചന്ദനത്തോട് ചാരിയാൽ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കുന്നോ എന്നോടൊക്കെ ആരംഭകാലത്തിലൊക്കെ എന്നോട് ചിലരൊക്കെ പറയുമായിരുന്നു, പിന്നെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, അവരുമായിട്ടൊക്കെ ഒരുപാട് സംസർഗം വേണ്ട. നമ്മുടെ ചില ദൈവദാസന്മാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പേരും നാളും ഊരും പറയുന്നില്ല. എന്നോട് പറഞ്ഞിട്ട്, എന്നെ സ്നേഹിച്ചിട്ട്, എന്നെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെന്താ പറയുക, അവരോട് ചേർന്ന് നിൽക്കണ്ട. കാരണം അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഗോപിനാഥന് അവരെ പോലെയുള്ള ആ ആറ്റിറ്റ്യൂഡ് വന്നു പോകും. അതേസമയം നമ്മൾ ആരോട് സംസർഗം പെടുന്ന എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളവരോട് ആരോടാണ് നമുക്ക് നമ്മുടെ സംസർഗം? മാന്യന്മാരുമായിട്ട് എന്ന് പറഞ്ഞാൽ ചിലർക്കറിയാം എങ്ങനെയൊക്കെയാണ്. ഇപ്പം PM മാച്ചാൻ്റെ കൂടെ ഒക്കെ നടന്നാൽ നല്ല ഒരു സൗമ്യനാകും. അച്ചായനോടൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കണം, അച്ഛാ അങ്ങനെ ഇങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ അച്ചായൻ്റെ കൂടെ ഒക്കെ ഞാനിങ്ങനെ പോകും. ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അച്ഛാ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ, അതെ ഗോപി, അതൊക്കെ ക്രിസ്ത്യ ജീവിതം ആകുമ്പോൾ അങ്ങനെയൊക്കെ വരും. അവിടെയൊക്കെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ വരും. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ വരും. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും നമ്മളെക്കുറിച്ച് പറയാൻ ഇടയാകരുത് വളരെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ സുവിശേഷം പറയുന്ന വ്യക്തിക്ക് ഒരു പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് അന്നേരം ഇങ്ങനെ ഞാൻ പറയല്ലേ, അത് ഓരോന്നിനും ഓരോ സ്റ്റാൻഡ്, ഓരോ ലെവലുണ്ടല്ലോ. നമ്മൾ പേഴ്സണലായിട്ട് ഒരു വ്യക്തിയോട് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ആ വ്യക്തിയെ ഞാനെല്ലാം കൂടെ കൂട്ടിക്കലർത്തി പറയുകയാണ്, നമ്മൾ ആരോടാണോ പറയാൻ പോകുന്നത് ആ വ്യക്തിയെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതൊരു പ്രധാന ഘടകമാണ്.
യേശു കർത്താവ് നിക്കോദീമസിനോട് പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്തു അല്ലേ? ആ പോർഷൻ ഒന്ന് വായിച്ചു നോക്കി. എങ്ങനെയാണ് യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു? ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. നമ്മളത് ഒന്ന് ചിലപ്പോൾ വായിക്കും. പൗലോസ് അപ്പോസ്തലൻ അരയോഗ കുന്നിന്മേൽ നിന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞു. അവിടുത്തെ ആ അവതരണവും ആ പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. ഈ പോർഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ആ അടുക്കും ചിട്ടയും നമുക്ക് കാണാൻ കഴിയും. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നമുക്ക് കയറി നിന്ന് പറയുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ ഒരുക്കിയെടുക്കണം. നമ്മൾ തന്നെ ഒരുക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഈ പേഴ്സണൽ ഇവാഞ്ചലിസത്തിനൊക്കെ ചെല്ലുമ്പോൾ ഈ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് ഒരച്ചായനെ അറിയാം. നല്ല പൊസിഷനിലൊക്കെ ഇരുന്നൊരു അച്ചായനാണ്. നല്ലൊരു അച്ചായനാണ്. സുവിശേഷം ദാഹിയാണ്. പക്ഷേ സുവിശേഷം അറിയിക്കണം എന്നുള്ള ആഗ്രഹവുമുണ്ട്. അതേക്കുറിച്ച് അറിയും. നല്ല പച്ചവെള്ളം ഇടക്കര സഭയാണ്. പക്ഷേ അച്ചായന് സുവിശേഷത്തിന് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ അച്ചായൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഞങ്ങൾ സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. ഞങ്ങൾ സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. ഞങ്ങൾ ഒരു കാലത്ത് നിങ്ങളെപ്പോലെ കൊള്ളരുതാത്തവരും പാപികളും ദ്രോഹികളൊക്കെ ആയിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോൾ ഞങ്ങൾ അതെല്ലാം വിട്ട് ഞങ്ങൾക്ക് നല്ല ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും തുടർന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ദൈവദാസൻ പറയുന്നതായിരിക്കും. ഇനി ഈ ദൈവദാസൻ എന്നാ പറയാൻ പറ്റുന്നത്? ഞങ്ങൾ സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. അത് പുള്ളി പെർമനൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നല്ലൊരു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾ സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളോട് സുവിശേഷം പറയാനാണ്. ഞങ്ങൾ ഒരു കാലത്ത് നിങ്ങളെപ്പോലെ കള്ളന്മാരും കൊള്ളരുതാത്തവരും പാപികളും ഒക്കെ ആയിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. ഇനിയും തുടർന്ന് ഈ ദൈവദാസൻ പറയും. ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഇങ്ങനെയുള്ള അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാവോ? ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ശരിക്ക് സൃഷ്ടിച്ചെടുക്കണം. നല്ല നിലയിൽ ഒന്ന് നയത്തിലൊക്കെ ആ വ്യക്തിയെ ഒന്ന് വീക്ഷിക്കണം. മുൻധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പറയാൻ. നമ്മളൊരു സാധാരണ ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ ഒന്നും ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിയോടൊന്നും നമുക്ക് ഏർപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ തന്നെ പറയല്ലോ, മലയാളത്തിൽ പറയല്ലോ, ആളും തരവും കണ്ട് വേണം സംസാരിക്കാൻ. ആളും തരവും കണ്ട് സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. എല്ലാവരോടും എല്ലായ്പ്പോഴും ഒരേപോലെ പറയാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കുകയില്ല. ചിലപ്പോൾ ഒരേ വ്യക്തിയോട് തന്നെ ഇവിടെ ഗൂഡല്ലൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു യാക്കോബായ കുടുംബമുണ്ട്. ആ യാക്കോബായ കുടുംബത്തിലെ ഒരു ചേടത്തിയുണ്ട്. മറിയാമ്മ ചേടത്തി എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഈ മറിയാമ്മ ചേടത്തി ചില സമയത്ത് നല്ല പ്ലസൻ്റാണ്, നല്ല പ്രസന്നവതയാണ്, നല്ല ചിരിക്കും വർത്തമാനം. ചില സമയത്തുണ്ടല്ലോ കടന്തൽ കുത്തിയ പോലെ, കണ്ടാൽ ആളെ അറിയാത്ത പോലെ ഇങ്ങനെ നടന്നു പോകും. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എന്നാ ചേടത്തി എന്നെ ഇങ്ങനെ മിണ്ടാതെ പോകുന്നത്, ചേട്ടത്തിൻ്റെ മുഖം എന്നെ ഇങ്ങനെ വീർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അയലൊക്കെ കേട്ടോ. അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടും എന്നെ നല്ലപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന. അന്നേരം എന്നെ അവിടെ ഉള്ള ഒരു ഗോപി സാർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടത്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത്, നിങ്ങൾ ആരും അറിയാത്തതുകൊണ്ടാണ് ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ അറിയുന്ന ഒരാളെ ഞാൻ പറയില്ല കേട്ടോ, നിങ്ങൾ ആരും ആ വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ല. അപ്പം എൻ്റെ ഒരു വല്ലാത്തൊരു സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ ഇളയ മോള് കുഞ്ഞായിരിക്കുമ്പോൾ, ചെറിയ പ്രായത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അവളുടെ മമ്മി റേച്ചൽ എൻ്റെ ഇളയ മോളോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുവോ ഒക്കെ പറയുമ്പം, മമ്മി ഒരുമാതിരി മറിയാമ്മച്ചാടത്തിയുടെ സ്വഭാവം എന്നോട് കാണിക്കരുത്. മമ്മി ഒരുമാതിരി മറിയാമ്മച്ചാടത്തിയുടെ സ്വഭാവം എന്നോട് കാണിക്കരുത്. അപ്പം നമ്മുടെ സ്വഭാവം പിള്ളേർ വരെ അത് പിടിച്ചെടുക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ചേട്ടത്തിയോട് ഇങ്ങനെ ചോദിച്ചു, എന്നാ ചേട്ടത്തി ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് എന്നാ?
അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ നിന്നിട്ട് പറഞ്ഞു, ഗോപി സാറേ, എന്നെ ഗോപി സാറെന്ന് അവിടെ. കാരണം ഞാൻ എവിടെ മിനിസ്ട്രിക്ക് പോയാലും ഞാൻ ആദ്യം ബേസ് ഇടുന്നത് ചിൽഡ്രൻസ് മിനിസ്ട്രി കൂടെയാണ്. പിള്ളേരിൽ കൂടെ നമുക്ക് പിള്ളേരുടെ വീട്ടിലേക്ക് കയറാൻ ചെല്ലും, ഒരു പ്രവേശനമുണ്ട്. അപ്പോൾ അവിടെ ഈ പിന്നെ സൺഡേ സ്കൂൾ ചിൽഡ്രൻസ് മിനിസ്ട്രി ഒക്കെ ക്ലാസ്സൊക്കെ ആരംഭിച്ചപ്പോൾ ഈ പിള്ളേർ പലയിടത്തും വരുന്ന പിള്ളേരൊക്കെ എന്നെ സാറേ സാറേ എന്ന് വിളിക്കുമായിരുന്നു. ഇത് കേട്ടിട്ട് ആ നാട്ടുകാരും ആ സഭയിലുള്ളവരെല്ലാം ഗോപി സാറെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മറിയാമ്മച്ചോട് പറയും, ഗോപി സാറിനോട് പറയട്ടെ, ചില സമയത്ത് പല പ്രശ്നങ്ങളാണ് ഗോപി സാറേ, ഹൃദയത്തിൽ ചില വിങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അധികമായി വരുമ്പോഴാണ് ഞാനിങ്ങനെ അങ്ങ് ആയിപ്പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടത്തിയുള്ള സ്വാതന്ത്ര്യം കൊണ്ട് തമാശ അല്ല, അതെ എനിക്കറിയാം ഗോപി സാർ സംസാരിക്കുന്നതൊക്കെ ജെന്യൂൻ ഒരു അങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചിരിച്ചും ചിരിക്കാതെയും പല രൂപത്തിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉണ്ടല്ലോ, ഒരു ദേവദാസൻ പറഞ്ഞത് ഓരോ ബോംബുകളാണ്. നമ്മൾ ഓരോരുത്തരും എപ്പോൾ പൊട്ടുമെന്നുള്ള ചിന്തയിലിരിക്കുന്ന ബോംബുകളാണ്. നമ്മൾ ഈ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് ചെല്ലുന്ന വീട്ടിലെ അവസ്ഥ നമുക്കറിഞ്ഞോണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, അവരെ മനസ്സിലാക്കുവാനായിട്ടിടയാകണം. പിന്നെ അതുപോലെ നമ്മൾ ഞാൻ തന്നെ ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഇങ്ങനെ അന്ന് നല്ല റോഡോ ടാറോ ഒന്നുമില്ല, ഈ മൺ റോഡൊക്കെയാണ്. അതിലേ കൂടെയൊക്കെ ഇങ്ങനെ മോനൊക്കെ അറിയാമല്ലോ അല്ലേ, പണ്ടത്തെ അറിയത്തില്ല, പപ്പയോടൊക്കെ ചോദിച്ചാൽ അറിയാം, അങ്ങ് പറയിലിരിക്കുന്ന മോനോ, പള്ളിക്കുത്തുകാർ നിലമ്പൂരുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഞങ്ങൾ ഈ ട്രാക്റ്റൊക്കെ കൊടുത്തുകൊണ്ട് പോകും. അപ്പോൾ അന്നത്തെ പല ട്രാക്റ്റും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ചില ബുക്ക്ലെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ചില ട്രാക്റ്റുകൾ, എല്ലാ ട്രാക്റ്റും നമ്മൾ എടുക്കരുത്. റാന്നിയിലെ അച്ചായമാർക്ക് കൊടുക്കുന്ന ട്രാക്റ്റ് മലബാർ ചിലപ്പോൾ വിജയിച്ചോണമെന്നില്ല. പിന്നെ ട്രാക്റ്റ്, എന്തൊരു പുസ്തകം കൊടുത്താലും ട്രാക്റ്റ് കൊടുത്താൽ നമ്മൾ അതിലെ ആശയം വായിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഈ ട്രാക്റ്റ് അന്നത്തെ കാലത്ത് നല്ല നല്ല ട്രാക്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ബുക്ക്ലെറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ എ പുലിസാർ എഴുതിയിരിക്കുന്ന ബുക്ക്ലെറ്റ്, ചില ബുക്ക്ലെറ്റൊക്കെ നല്ലതാ എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, ചെറിയ ചോദ്യത്തിന് വലിയ ഉത്തരം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല ടൈറ്റാനിക് കപ്പലിനെ കുറിച്ചുള്ളായിരിക്കുന്ന അന്നത്തെ ആ കാലത്തെ ട്രാക്റ്റ്. പിന്നെ പി പി ജോർജ് സാറിന് എഴുതിയ പ്രീമിയർ പ്രിന്റേഴ്സിന് പ്രിന്റ് ചെയ്തായിരിക്കുന്ന അപകട സൂചനകളെ അവഗണിക്കുന്നുവോ, മുക്തിമാർഗം, ഇതൊക്കെ നല്ല ടൈറ്റിലും അതിൻ്റെ അകത്ത് നല്ല നല്ല ആശയങ്ങളാണ്. ഇത് അവർക്കത് ലളിതമായി അവിടെ ഹൃദയങ്ങളിലേക്ക് ചെല്ലുന്നതാണ്. അതുപോലെ ഒരു ട്രാക്റ്റ് ആയിരുന്നു ഈ ഭാരം എന്തിനു ചുമക്കുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഞാനാണ് കർത്താവ് ചെയ്ത കാര്യമാണ്. ഞാൻ ഈ ട്രാക്റ്റ് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു പോവുകയാണ്. എന്താ ടൈറ്റിൽ എന്താണ്? ഈ ഭാരം എന്തിനു ചുമക്കുന്നു. അങ്ങനെ കൊടുത്തുപോയ കൂട്ടത്തിൽ ഞാനൊരു സഹോദരിയുടെ കയ്യിലും കൊടുത്തു. ഈ സഹോദരി പൂർണ്ണ ഗർഭിണിയാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സഹോദരിയുടെ കയ്യിലേക്കാണ് ഈ ഭാരം എന്തിനു ചുമക്കുന്നു. പകൽ മുഴുവൻ ഹൗസ് വിസിറ്റിങ്, ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥന, 4 മണി തൊട്ട് പരസ്യയോഗം, വൈകിട്ട് പൊതുയോഗം. ഇങ്ങനെയാണ് അന്നത്തെ ഗോസ്പൽ ക്യാമ്പയിൻ. PM മാത്യുച്ചാൻ്റെ ഒക്കെ ക്യാമ്പയിനൊക്കെ അങ്ങനെയാണ്, ഗോസ്പൽ ക്യാമ്പയിൻ. അപ്പോൾ പകലൊക്കെ സുവിശേഷം ഇങ്ങനെ ഹൗസ് വിസിറ്റിങ് പോകുമ്പോൾ ഈ രാത്രി യോഗത്തിൻ്റെ നോട്ടീസും ഉണ്ടാകും നമ്മുടെ കയ്യിൽ, ചെറിയൊരു നോട്ടീസും ഉണ്ടാകും. സുവിശേഷം പറയുന്ന പോകുന്ന ഇടത്ത് വീടുകളിലെല്ലാം ഈ നോട്ടീസും കൊടുത്തിട്ട് രാത്രി യോഗത്തിന് ഇവരെ ക്ഷണിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു ദൈവദാസൻ പറഞ്ഞതാണ്. ഞാനപ്പോൾ അവിടെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ദൈവദാസന് ഈ നോട്ടീസ് കൊടുത്തപ്പോൾ അപ്പോൾ അമ്മച്ചിയും പിന്നെ പെൺമക്കളും ഉള്ള അവിടെ. അപ്പോൾ അമ്മച്ചിയെ വൈകിട്ട് യോഗത്തിന് വരണം കേട്ടോ. അമ്മച്ചി ക്രിസ്ത്യാനികളാണ്. അമ്മച്ചി വൈകുന്നേരം യോഗത്തിന് വരണം, 6:30 ആകുമ്പോൾ പാട്ട് തുടങ്ങും, അടുത്താണല്ലോ അമ്മച്ചി, വരണം. അപ്പം ഈ അമ്മച്ചി പറഞ്ഞു, അയ്യോ ദേവദാസ, എങ്ങനെയാ മകള് ഗർഭിണിയായിട്ട് വീട്ടിൽ നിൽക്കുകയായി, എങ്ങനെയാണ് ഞങ്ങൾ രാത്രി യോഗത്തിന് വരുന്നത്?
അതൊന്നും സാരമില്ല. വചനത്തിലുണ്ട്, ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്ന് വചനത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം. അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കരുത്. കോളിംഗ് ബെല്ല് അടിച്ചിട്ട് നമ്മൾ വളരെ ഭവ്യതയോടെ, എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ, എനിക്ക് സമയത്തിൻ്റെ കുറവുണ്ട്, ഇതിനെല്ലാം റഫറൻസ് സഹിതം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയില്ല. നമ്മൾ വളരെ ഭവ്യതയോടെ ബഹുമാന്യതയോടെ ചെല്ലുന്നത് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, വൃത്തിയായിരിക്കണം. ഒരു ദൈവദാസൻ, ഇതിനെല്ലാം വേറൊരു വാക്യങ്ങളുണ്ട് കേട്ടോ. ഒരു ദൈവദാസൻ ഒരു മാന്യനായിരിക്കണം, ജീവിതത്തിലും സ്വഭാവത്തിലും എല്ലാം. അവനൊരു ഒരു 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 ഡിസിപ്ലിൻ ഉള്ളവനായിരിക്കണം എല്ലാ കാര്യങ്ങളിലും. മനസ്സിലായല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് നമ്മുടെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമ്മളെ ഒരു മാന്യനാണെന്ന് അവർക്ക് ബോധ്യം വരണം. മനസ്സിലായില്ലേ? നമ്മുടെ പദവി, നമ്മൾ ആരാണ് എന്നൊക്കെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, 2 കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മെ ഭരമേൽപ്പിച്ച് വിട്ടിരിക്കുന്ന ഈ കാര്യത്തിൽ, 1, നമ്മൾ വിശ്വസ്തരായിരിക്കണം. 2, നമ്മൾ വിനയവും സ്നേഹവും ശാന്തതയും ആർദ്രതയും കരുണയും ഇതെല്ലാം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരായിരിക്കണം. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, കൊരിന്ത്യർക്ക് എഴുതിയ തിമോത്തിയോസിന് എഴുതിയ ലേഖനം, അവൻ എന്നെ വിശ്വസ്തനെന്നെണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയതിനാൽ എന്ന് പൗലോസ് ഒരു ഭാഗമുണ്ട്. പൗലോസ് പറയുന്നുള്ളൂ, ഒന്ന് തിമോത്തിയോസ് 1:12, ഫസ്റ്റ് തിമോത്തിയോസ് 1:12. ഒന്ന് വായിച്ചത് അത് തന്നെയാണെന്ന് അറിയാൻ നോക്കാനാ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ഈ വേലയ്ക്ക് ആക്കിയത് കൊണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവദാസന്മാർ അവർ വിശ്വസ്തരായിരിക്കണം. ബ്രദറെ, നാളെ നമുക്ക് ഔട്ട്സോഴ്സിംഗ് പോകണം, അല്ലെ നാളെ നമുക്ക് ഇന്നടത്ത് പോകണം. ഓക്കെ ബ്രദറെ, എത്ര മണിക്ക് വരണം ഞാൻ? ബ്രദർ ഒരു 8:45 വന്നാൽ നമുക്കിവിടുന്ന് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പോകാം. അവിടെ കിടക്കുന്ന ഞാൻ 8:45 പറഞ്ഞപ്പോൾ 8:30 തന്നെ അവിടെ പ്രസൻ്റായി. ഈ പറഞ്ഞ ചങ്ങാതി കാലും കയറ്റി വെച്ചിട്ട് മനോരമ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി ഇതെന്തൊരു പരിപാടി? അവിടെ കിടന്ന ഞാൻ ബസ് കയറി പുഴ കടന്ന് ഇവിടെ എത്തിയപ്പോൾ അന്നേരം ഭാര്യ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, എൻ്റെ ഗോവിച്ചായ, അല്ലേലും ഈ മനുഷ്യൻ എങ്ങനെയാ? ഈ മനുഷ്യൻ അല്ലേലും ഇങ്ങനെയാ. ഒരു കൃത്യനിഷ്ഠ ജീവിതത്തില്ല. അങ്ങനെ ആകരുത്. നമ്മൾ ഏറ്റ കാര്യത്തിൽ, പറയുന്ന കാര്യത്തിൽ, ചിലരുണ്ട് കൊട വയ്ക്കുന്നിടത്ത് വടി വയ്ക്കില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മൾ അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. അപ്പോൾ നമ്മളെപ്പോഴും ദൈവ ഈ വേലയ്ക്ക് ഇറങ്ങി എന്നെ ദൈവം വിളിച്ചത് ഞാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ദൈവം കഴിവ് തരുന്നത് ദൈവമാണ്. നമുക്ക് കഴിവില്ലെങ്കിൽ ദൈവം കഴിവ് തരും. പ്രാർത്ഥിക്കാൻ, പ്രസംഗിക്കാൻ, സുവിശേഷ വേല ചെയ്യാൻ, പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യാൻ, എല്ലാ കാര്യത്തിനും കഴിവ് ദൈവം തരും. എന്നാൽ വിശ്വസ്തത നമ്മളിൽ നിന്നുണ്ടാകേണ്ടതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ഇതിനോട് ബന്ധപ്പെട്ട് എത്രയോ വേദഭാഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നത് എൻ്റെ വിശ്വസ്തതയുടെ ഭാഗമല്ല. 2ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നൊരു കാര്യം, നമ്മൾ ഈ വിനയമുള്ളവരായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. ചില സുവിശേഷകന്മാരൊക്കെ വഴക്കുണ്ടാക്കിയിട്ടൊക്കെ
വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ വേർപാടുകാരായിരിക്കുന്ന ദൈവദാസന്മാരൊന്നും അത്രയുമില്ല. എന്നാൽ ഈ പെന്തിക്കോസിൽ ഇവരൊക്കെ ചൂടാകൽ കാണാം. ഭയങ്കരമായിട്ട് ചൂടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നൊരു കാര്യമാണ്. എന്ത്? നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ദാസൻ ശാന്തനും സുശീലനും ആരോടും ശണ്ടയിടാത്തവനും. കർത്താവിൻ്റെ ദാസൻ ശാന്തനും സുശീലനും. ഇത് വായിച്ച ഒരു പുതിയ ശിഷ്യൻ, ഒരു പുതിയ സഹോദരൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. വേദപുസ്തകത്തിൽ 2 ഹിന്ദു മൂപ്പന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന്. വേദപുസ്തകത്തിൽ 2 ഹിന്ദു മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാ? ശാന്തനും സുശീലനും. ഇത് പേരല്ല, സ്വഭാവമാണ്. ഇത് സ്വഭാവമാണ്. മൂപ്പന്മാരുടെ ആ പോർഷനിലുള്ള ഭാഗമാണ്, ആ പഠനത്തിലുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ, മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. ശാന്തത എന്ന് പറയുന്നത്, സൗമ്യത എന്ന് പറയുന്നത് ഒരു ബലഹീനതയായിട്ട് അല്ല പറയുന്നത്. മനസ്സിലല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട. ഒരു ദൈവദാസൻ എപ്പോഴും എന്ത് ചെയ്യണം? ഇതൊക്കെ ഈ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ ആര് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുക്കാം, എടുത്ത് വായിക്കണ്ട. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാകുന്നതല്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ സഭ രണ്ടാകത്തില്ലായിരുന്നു. നമ്മൾ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ സഭാ ഹാളിന് പോലീസ് വന്ന് താഴെ വെച്ച് സീല് വയ്ക്കത്തില്ലായിരുന്നു. ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ. ചെറിയൊരു തുടക്കം. സമാധാനം. ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സമാധാനമുണ്ടാക്കുക എന്നുള്ളതാണ്. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനായിരുന്നു. നോക്കുക, ഒരു ലീഡറാണ്. ഒരു ജനത്തെ മുഴുവൻ നയിക്കാനായിട്ട് ദൈവം നിയോഗിച്ച. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, ഈ മോശ ആരാള്? 2 പേര് തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ ഒരുത്തനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തല്ലിക്കൊന്ന് മണലിൽ പൂത്തിയവനാ. ആ വ്യക്തിയെക്കുറിച്ച് ആ കർത്താവ് പറയുന്നത്, മോശയെപ്പോലെ സൗമ്യനായ ഒരു വ്യക്തിയൻ മനുഷ്യൻ ഈ ഭൂതലത്തിൽ ഉണ്ടായിട്ടില്ലെന്ന്. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. ഇതെല്ലാം റെഫറൻസോടുകൂടിയാണ്. റെഫറൻസ് ഉണ്ട്. ഞാനോ കുറയണം, അവൻ. ശരിയാണോ? ഞാനോ കുറയണം, അവൻ വളരണം. അങ്ങനെയാണോ? തിരിച്ചാ. ഞാൻ കുറഞ്ഞാലും വേണ്ടില്ല, ആദ്യം ഞാൻ പറയണം, എന്നെ കിടക്കട്ടെ. അതാ നമ്മുടെ ചിന്ത. അവൻ വളരണം, ഞാൻ കുറയണം. ഞാൻ കുറഞ്ഞോളാം, എന്നാലും ആദ്യം എന്നെ കൊണ്ടിടണം. അവൻ വളരണം, ഞാൻ കുറയണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് നമ്മൾ പറയുന്നത്. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. നമ്മൾ സാധാരണ മുതിർന്നവരൊക്കെ പറയാറുണ്ടല്ലോ, നിറകതിർ കഴുത്ത് വളഞ്ഞിരിക്കും, മങ്ക് കതിരോ അതിങ്ങനെ നിൽക്കും. നമ്മൾ താഴുന്നതുകൊണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുക്കുന്നവരായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ,
ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരും, ആത്മാവിന്. അപ്പം ഭൗമികമായിരിക്കുന്ന ഭാരം ചുമക്കലൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാക്കൾക്ക് ആശ്വാസം തരും. എന്നിട്ട് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പിൻ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ആദ്യം പഠിക്കേണ്ട പാഠം അതാണ്, സൗമ്യത. എന്നോട് പഠിപ്പിൻ. ആരോട് കർന്നേ? ഒരു വശത്ത് കർത്താവ് ആ നുകത്തിൻ്റെ കീഴ് തലകുനിച്ച് നിൽപ്പുണ്ട്, മറുവശത്ത് ഞാൻ തലകുനിച്ച്. എന്നിട്ട് ഞങ്ങൾ രണ്ടും ഒന്നിച്ചു പോകുകയാണ്. കുനിയണം, നുകത്തിൻ കീഴിൽ തല വെക്കണമെങ്കിൽ ഒന്ന് കുനിയണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഈ പറയുന്നൊരു ഫ്രേസ് ഉണ്ട്, ഒരു പറച്ചിലുണ്ട്, വാചകമുണ്ട്. എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന് പറയാനായിട്ട് അതിന് പ്രത്യേകിച്ച് അറിവോ വിവരമോ ഒന്നും വേണമെന്നില്ല. വേണോ? എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് പറയാനായിട്ട് അതിന് വലിയ ഡിഗ്രിയൊക്കെ പഠിക്കണോ? ഏത് പൊട്ടനും പറയാൻ പറ്റും, അല്ലേ? എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് പറയാനായിട്ട്, തിരിച്ചു പറയാനായിട്ട് ഏത് പൊട്ടനെ കൊണ്ടും സാധിക്കും. എന്നാൽ എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് പറയാതൊന്നിരിക്കണമെങ്കിലുണ്ടല്ലോ, അതിന് ഇച്ചിരി കഴിവ് വേണം. മറ്റേതിന് വലിയ കഴിവൊന്നും വേണ്ട. അപ്പോൾ സുവിശേഷം പറയാൻ പോകുന്നതായിരിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വിശ്വസ്തരാണ് ആകണം. രണ്ടാമത്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം, നമ്മൾ വിനയമുള്ളവരായിരിക്കണം. വിനയമുള്ളവരായിരിക്കണം. കാരണം പല തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ. ഒരു വാരം നടക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഒരടി നടക്കാൻ പറഞ്ഞാൽ 2 അടി നടക്കേണ്ടവരാ നമ്മൾ. നിന്റെ പുതപ്പ് ഉരിഞ്ഞെടുക്കുന്നവന് നിന്റെ വസ്ത്രം കൂടെ കൊടുക്കേണ്ടതാണ്. അത്ര അങ്ങനെയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിൽ വന്ന എല്ലാ നേതാക്കന്മാരും, കൃഷ്ണൻകുടിച്ചാൻ പ്രസംഗിക്കും പറയുമായിരുന്നു, ഈ ലോകത്തിലേക്ക് വന്ന സകല ഗുരുക്കന്മാരുടെ കയ്യിലും എന്തുണ്ട്? വാളോ, വെട്ടുകത്തിയോ, കോടാലിയോ, ശംഖോ, ചക്രമോ, എന്തെങ്കിലും ആയുധമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്ന സകലരും വന്നിരിക്കുന്നത്. വടിയോ തോക്കോ എന്തെങ്കിലും കാണും. എന്നാൽ നമ്മുടെ കർത്താവ് സ്നേഹം കൊണ്ടാണ് ഈ രാജ്യം പടുത്തുയർത്തിയത്. സ്നേഹം കൊണ്ടാണ് കീഴടക്കിയത്. അവൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് നമ്മൾ ഈ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് പോകുമ്പോൾ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറയുമ്പോൾ അതിൽ ആരും മാറ്റി നിർത്താൻ പറ്റും? നിങ്ങൾ ഇളയവരെ നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ശാന്തന്മാർക്ക് മാത്രമല്ല, പിന്നെ മൂർഖന്മാരായിരിക്കുന്ന മൂപ്പന്മാർ വരെയുണ്ട്. മൂപ്പൻ അവർക്ക് വരെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വം അതാണ്. ദൈവം താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ നിൽക്കൂ എന്നൊക്കെ നമ്മൾ. അപ്പോൾ ഈ കർത്താവ് എന്താ പറഞ്ഞ്? നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് പഠിക്കണം. പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, കിൻഡർ ഗാർഡൻ അക്ഷരം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? കർത്താവിനെ പോലെ ക്ഷമയും താഴ്മയും വിനയവും സൗമ്യതയും സ്നേഹവും കരുണയും മനസ്സലിവും. അവരെ വിശന്നവരായി കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. നിങ്ങൾ കരുണയുള്ളവരായും ഇരിപ്പിൻ. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കരുണയുള്ളവരായും ഇരിപ്പിൻ. ഇത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ വിശ്വസ്തത. ഇനി അല്പസമയമുള്ളത് ഓക്കെ. എന്താ ഇനിയും നമ്മുടെ സംശയങ്ങളൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടാണ്. ഇനിയും ലജ്ജ. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ലജ്ജ പാടില്ല. എന്തിനാ ലജ്ജിക്കുന്നത്? എന്തിനാ ലജ്ജിക്കുന്നത്?
EMS നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞു, താൻ എന്തോ വാക്ക് മാറ്റി പറഞ്ഞപ്പോൾ അന്നേരം പറഞ്ഞതല്ല പിന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തൻ്റെ വാക്ക് മാറിയപ്പോൾ EMS ചോദിച്ചു, ഇതെന്താ അങ്ങനെയും ചോദിച്ചപ്പോൾ, ഞാനെന്താ വാക്ക് മാറ്റി പറയാതിരിക്കാൻ, ഞാനെന്താ ബൈബിൾ വല്ലതും ആണോ? അവർക്കെല്ലാവർക്കും അറിയാം, ബൈബിൾ പോലെ ഉത്തമ ഗ്രന്ഥം, സത്യഗ്രന്ഥം. ലജ്ജിക്കേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്താലും അവസാനം നാം ലജ്ജിക്കേണ്ടി വരും. എന്നാൽ ഇതെന്ന് പറയുന്നതുണ്ടല്ലോ, കൈവിടത്തില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നോട്ടെ, അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ, ഇതിൻ്റെ മഹത്വം. ഞാനിന്ന് ദേവദാസൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ചെന്നപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, യേശുവിൻ സ്നേഹം എന്തെന്ന് ചൊല്ലുവാൻ ആസ്വദിച്ചോർക്കല്ലാതെ കഴിയും. പിന്നീട് നമ്മളിത് നന്നായി പഠിക്കണം കേട്ടോ, നന്നായി പഠിക്കണം. നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിന് നന്നായി പഠിക്കണം. പിന്നെ ഈ ടീച്ചിങ്ങിൻ്റെ ഒരു ലെവലുണ്ട്. ടീച്ചിങ് ലെവൽ എന്ന് പറയുന്നത്, ഒന്ന് സാധാരണ പറയാനുള്ളത് നോയിങ്, അറിവിൻ്റെ തലം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കിയ തലം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇതൊരു ബൈബിൾ. എനിക്ക് എന്തറിയാം? ജോർജ് മാത്യു എന്നോട് ആദ്യം സുവിശേഷം പറയാനായിട്ട് ഈ ബൈബിൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ആകെപ്പാടെ അറിയാം, ഇത് സത്യവേദ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹോളി ബൈബിൾ, ഇത് ബൈബിളാണ്. ജോർജ് മാത്യു പിന്നെ ഇതിലെ കാര്യങ്ങൾ തുറന്നെന്നെ മനസ്സിലാക്കി തന്നപ്പോൾ എനിക്കിതിൻ്റെ അകത്തെ പൊരുൾ മനസ്സിലായി. ആദ്യം എനിക്ക് അറിയാം, അറിവിൻ്റെ തല നോയ് ബൈബിളാണെന്ന്. രണ്ടാമത് എനിക്ക് മനസ്സിലായി, അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായി. മൂന്നാമത്തെ തലം എന്താ? ഈ അറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. ഇതൊരു ഗ്ലാസ് പാലാണ്, പാലാണ്, എനിക്ക് മനസ്സിലായി. ഈ പാലിൻ്റെ അകത്ത് ഇന്ന ഗുണങ്ങളുണ്ട്. ഓക്കെ, പാലാണെന്ന് എനിക്ക് അറിയാം. മറ്റേതേ, ഇത് ഇന്ന ഗുണങ്ങളുണ്ടോ, ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഓക്കെ, കുടിച്ചു കഴിയുമ്പോൾ ഞാനതെൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. നല്ലവണ്ണം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? തയ്യാറെടുത്തിട്ട് മാത്രമേ നമ്മൾ കാര്യങ്ങൾക്ക് പോകാവൂ. ഇനി ചോദ്യങ്ങൾ എങ്കിലേ നമുക്ക് ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. പെട്ടെന്ന് 10 മിനിറ്റ് ചോദ്യങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറയാം. ഓക്കെ, ആയിക്കോട്ടെ, എന്ത് ചോദിക്കാം? നമ്മളിപ്പോൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഈ ഭവന സന്ദർശനത്തിൽ പോയി നമ്മൾ സുവിശേഷം പറയുന്നത് ഇന്നും റിലവൻ്റ് ആണോ, ഇന്നും അത് പ്രയോജനപ്പെടുന്നതാണോ, അതോ അത് അർത്ഥമില്ലാത്ത ഒരു കാര്യമാണോ? പെട്ടെന്ന് പറഞ്ഞാൽ ഇന്നും പ്രയോജനപ്പെടുന്നതാണ്. അല്ലാതെ കൊണ്ട് എങ്ങനെ നമുക്കല്ല എന്ന് തെളിയിക്കാനായിട്ട് സാധിക്കും? ഇപ്പം സാധാരണ പണ്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സന്ദേശത്തിന് മാറ്റം വരുത്തുന്നില്ല, എന്നാൽ സന്ദേശം അറിയിക്കുന്ന രീതിക്ക് വേണേ മാറ്റം വരുത്താം. ഇപ്പം പത്രോസും പൗലോസും ഒക്കെ മൈക്ക് ഉപയോഗിച്ചാണോ പ്രസംഗിച്ചത്? കാരണം എന്താ? അവർക്ക് അന്നത്തെ കാലത്ത് മൈക്കില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ പിതാക്കന്മാരൊക്കെ ടി വിയിലും റേഡിയോയിൽ കൂടെയാണോ പിന്നെ സന്ദേശം അറിയിച്ചത്? അന്ന് റേഡിയോ ടി വി ഒന്നും ഇല്ല. അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ മാധ്യമങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മീഡിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് സുവിശേഷം പറഞ്ഞാൽ പോരെ? ഈ പഴയ അപ്പൂപ്പന്മാർ പോയി
ഭവന സന്ദർശനത്തിൽ പോയി ഈ പറഞ്ഞുകൊണ്ടിരുന്ന അത് പിന്തുടരണോ? അതിന് പകരം ഈ പുതിയ മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്താൽ പോരെ? പുതിയ മെത്തേഡ് വന്നപ്പോൾ പുതിയ മെത്തേഡിൽ കൂടിയും നമുക്ക് സുവിശേഷം അറിയിക്കാം. ഈ മെത്തേഡിൽ കൂടിയും സുവിശേഷം അറിയിക്കുന്നതിന് സാധ്യതയുണ്ടെങ്കിൽ ഇതിനോളം ഇഫക്റ്റീവ് മറ്റൊന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഹോദരനോട് യോഗത്തിന് ഇവിടെ ഹോളിൽ കയറി വരേണ്ട കാര്യമില്ലായിരുന്നു, സൂമിലിരുന്നാ പോരാ. അതെ, അങ്ങനെ മതിയാണെന്നല്ല. അതെ, ഇവിടെ നമ്മൾ നേരിട്ട് കേൾക്കാനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അതെ, സൂമിലിരിക്കുന്നതും ഇവിടെ നേരിട്ട് കേൾക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ, വ്യത്യാസമുണ്ട്. അല്ല, ഇപ്പം നമ്മൾക്ക് ഈ പുതിയ മീഡിയാസിൽ കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നുണ്ട്. തോമസ് മാത്യു ഇത് ചോദിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് തോന്നുന്നത്, പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ സുവിശേഷം അറിയിക്കുന്ന കാലത്തിൽ മോഡേൺ മീഡിയ ഇല്ലായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന സുവിശേഷ വേലയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് അവർ ചെയ്തത് ഇതുപോലെ ഭവനങ്ങൾ കയറി ഇറങ്ങി ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഒന്നുണ്ടായിരുന്നത്. അപ്പം അതൊരു വാലിഡ് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു, അത് ശരിയാണെന്നുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അന്ന് ആ പിതാക്കന്മാർ ചെയ്ത ആ മെത്തേഡിൻ്റെ അത്രയും എഫക്റ്റീവായിട്ട് ഇന്ന് ഒരു വൻ മീഡിയയിൽ കൂടെ ചെയ്യുന്ന എഫക്റ്റീവ് ആകുന്നില്ല. അന്ന് അനേകരായിരുന്നു കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അത് മറ്റൊരു മോഡേൺ മീഡിയയും ഇല്ല. പക്ഷേ ആ മീഡിയ വളരെ എഫക്റ്റീവായിരുന്നു. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള ആ ശുശ്രൂഷകൾ ചെയ്യുന്നത് അതിനെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും കരുതാനൊക്കത്തില്ല. അത് ഇന്ന് വാലിഡാണ്, പ്രായോഗികമാണ്, ഇഫക്റ്റീവാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാനത് തന്നെ പറഞ്ഞത്, ഇന്ന് അങ്ങനെ തന്നെ ആകണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. അത് തന്നെ ഞാൻ പറഞ്ഞത്. അല്ല, അന്നും പട്ടണങ്ങളിലാണേലും ഗ്രാമങ്ങളിലാണേലും അന്നും ഇന്നത്തെ പോലെ അല്ലെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ചില വീടുകളിൽ ആളില്ലാത്ത വീടുണ്ടാകും. അന്നും ചില വീടുകളിൽ നമുക്ക് കയറിയിരുന്ന് പറയാനുള്ള ഒരു സാവകാശമില്ലാത്ത വീടുകളുണ്ടാകും. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരാരുമില്ലെങ്കിൽ, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തേക്കാൾ കൂടുതൽ വീടുകളിൽ ആൾക്കാരില്ല. അന്നത്തെക്കാളും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആൾക്കാരില്ല. എന്നാലും ഉള്ളിടത്ത് പോയി ഇങ്ങനെ ചെയ്യുന്നതാണ് മറ്റെല്ലാത്തിനേക്കാളും ഇഫക്റ്റീവ് എന്നാണ് എൻ്റെ. അല്ല, പല ടൈപ്പിലുള്ളതായിരിക്കുന്ന സമൂഹമാണല്ലോ. അതെ, പ്രത്യേകിച്ച് യുവാക്കന്മാരും ഒരു 10-40 വയസ്സ് താഴെയുള്ള ആൾക്കാർ ധാരാളം സമയം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ആയിട്ട് ഈവൻ എല്ലാവരും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരെ നേടാനായിട്ട് അതിന് കഴിവുള്ളതായിരിക്കുന്ന യുവാക്കന്മാർ, വിശ്വാസികൾ അതിന് പ്രവർത്തിക്കുകയും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അതിന് കഴിവില്ലല്ലോ. ഇപ്പം എനിക്ക് യൂട്യൂബിൽ എങ്ങനെ ലോഡ് ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, ഒരു പോസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ കഴിവുള്ളവർ അത് ചെയ്യട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതും പറഞ്ഞായിരുന്നു. അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അത് തെറ്റെന്ന് പറയുന്നില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ സുവിശേഷ സന്ദേശം ഏതെല്ലാം വിധത്തിൽ ലോകത്തോട് അറിയിക്കുവാൻ നമുക്ക് സാധിക്കുമോ ആ വിധത്തിലെല്ലാം നമ്മളിത് അറിയിക്കണം. എന്നിട്ട് അറിയിച്ചിട്ട് ഈ സന്ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അതേത് മീഡിയ ഉപയോഗിച്ചാലും വേണ്ടില്ല, ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാലും. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ ടെക്നിക്ക് തെറ്റായ മാർഗത്തിൽ കൂടെ എന്നല്ല ഞാൻ പറയുന്നത്, അത് ലക്ഷ്യം അതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹൗസ് വിസിറ്റിംഗ് എന്ന് പറയുന്നത് സാധ്യതയുണ്ടെങ്കിൽ
അതിനോളം ഒരു ഇഫക്റ്റീവ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ആസ്വാദ്യത. മനസ്സിലായില്ലേ? അതിപ്പോൾ ഞാൻ പറയുന്ന വ്യക്തിപരമായ സുവിശേഷീകരണം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പോയിരുന്ന് പറയണമെന്നില്ല. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ, നമുക്ക് ട്രെയിനിൽ, ബസ്സിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സാധ്യതയൊക്കെ ഉള്ള സമയങ്ങളെല്ലാം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. മനസ്സിലായല്ലേ? അത് വീട്ടിൽ തന്നെ പോയി വ്യക്തിയോട് കാണണം എന്നില്ല. ചെറിയൊരളവിലാണെങ്കിലും ദൈവമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവർ ജഡത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, മനുഷ്യൻ്റെ ഇഷ്ടത്താലുമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ദൈവം ഒരാളെ രക്ഷിക്കുന്നത് എനിക്കൊരാളെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. മനുഷ്യൻ്റെ ഇഷ്ടത്താൽ ഒരാളെ രക്ഷിക്കാൻ കഴിയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, മനുഷ്യൻ്റെ ഇഷ്ടത്താൽ എനിക്കൊരാളെ രക്ഷിക്കാൻ കഴിയില്ല. പിന്നെ രക്ഷിക്കുന്നത് ആരാ? രക്ഷിതാവാണ്, ദൈവമാണ്. പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുത്തും പരിശുദ്ധാത്മാവ്. നമ്മൾ ഈ ബോധം വരുത്താനായിട്ട് ഒരു മീഡിയ ആയിട്ട് ഈ സത്യം പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സത്യം നീ മറ്റുള്ളവരോട് പറയണം, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി പറയണം. അത് ഏതെല്ലാം മാധ്യമങ്ങളിൽ കൂടെ സാധിക്കുമോ അതൊക്കെ ചെയ്യാം. ആ മീഡിയാസിൽ കൂടെ ചെയ്യുമ്പോൾ തന്നെ ഇതും ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്യാം. ഇപ്പം എൻ്റെ അയൽവക്കത്തുള്ളതായിരിക്കുന്ന വ്യക്തികളോട് ഞാൻ സുവിശേഷം പറയത്തില്ല. കാരണം എന്താ അറിയാവോ, ഇപ്പം മീഡിയാസിൽ കൂടെ മാത്രമേ അറിയത്തുള്ളൂ. വേണമെങ്കിൽ നീ അത് കേട്ടു. അങ്ങനൊന്നുമില്ല. ആരോട് വേണേലും എനിക്ക് ഒരു പരിചയമുള്ള ഒരാൾ, ഒരു കടക്കാരനോട് ആരോട് വേണേലും ഏത് വിധത്തിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സുവിശേഷം അറിയിക്കാം. ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്നു, ഫേസ് ടു ഫേസ് സുവിശേഷം അറിയിക്കുന്നതോളം ഒരു ഹൃദ്യത മറ്റേതിനൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അറിയാം. ഓക്കെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഒരാളെ കാണുക, പരിചയപ്പെടുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ സുവിശേഷം പറയാം? 5 മിനിറ്റ് കൊണ്ട് പറയാം. ഞാൻ ചോദിച്ചത് ഇതിന്റെ വലിയ മുഖവുരയില്ലാതെ ആ ഇൻട്രോ പറഞ്ഞ് പെട്ടെന്ന് എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കാം? എങ്ങനെ പെട്ടെന്നൊരു ഒരു വ്യക്തിയെ കാണുമ്പോൾ പെട്ടെന്ന് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? പെട്ടെന്ന് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്നിപ്പോൾ എങ്ങനെ ആയാലും എത്ര പെട്ടെന്ന് പറഞ്ഞാലും സഹോദരൻ പാപിയായ സഹോദരൻ മരിച്ചാൽ നരകത്തിലേ പോവുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ നീ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകും. ഇങ്ങനെ ഏതായാലും ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ, ഒരിക്കലും അത് പറ്റത്തില്ല. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എവിടെയാണ്, എന്താണ്, ഓക്കെ, ദൈവത്തിനൊരു സന്ദേശം പറയാനുണ്ട്, ഇതാണ് സന്ദേശം എന്ന് പറഞ്ഞ് ആ സന്ദേശം ലളിതമായ നിലയിൽ ആ വ്യക്തിക്കൊരു ഹെർട്ടാകാതെ വിധത്തിൽ ഒന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അതിപ്പോൾ നമുക്കല്ലാതെ എന്താ ചെയ്യുക? അത്രയും നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ അതൊക്കെ ചെയ്യാം. ഈ ഫോൺ നമ്പർ ചോദിച്ച് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്കിപ്പം ചാടിക്കേറിയൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. 5 മിനിറ്റ് കൊണ്ട് വേണേൽ പറയാം, 5 മിനിറ്റ് കൊണ്ടും പറയാം. മനസ്സിലായില്ലേ? സഹോദരൻ പാപിയായിരിക്കുന്ന സഹോദരൻ പാപത്തിൽ മരിച്ചാൽ അതിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ആ യേശുവിനെ സഹോദരനും സ്വീകരിക്കുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. ഇത് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സഹോദരനിക്കാരത് സംശയങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിലൊന്ന് സംസാരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് ഞാനീ പറയുന്നത്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഹോദരനുള്ളത് ദൈവം സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഈ ആളെയും തരമൊക്കെ കണ്ടിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നല്ലപോലെ പഠിക്കണം. നല്ലപോലെ പാപം, അതിനുള്ള വാക്യങ്ങൾ, ശിക്ഷാവധി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ തർക്കങ്ങളിലൊന്നും പോയി പെടരുത്. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ തർക്കിച്ച് ജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെയോ ഏതെങ്കിലും വിധത്തിൽ ഒരാത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തർക്കങ്ങളിലൊന്നും പോയി പെടാനായിട്ട് ഇടയാകരുത്.
അത് നമ്മുടെ സൊസൈറ്റിയിലെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് റിലീജിയൻസ് ആണല്ലോ ബേസിക്കലി. അപ്പം പലതരപ്പെട്ട റിലീജിയൻസ് ഉണ്ട്. അപ്പം നീ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി, മറ്റേ മുസ്ലിം, ഹിന്ദുയിസം, ബുദ്ധിസം, അങ്ങനെ. ഞങ്ങൾ ഇന്ന് പകലാ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം അപ്പോൾ നമ്മളിങ്ങനെ സുവിശേഷം പറയാൻ പോകുമ്പം ചിലവർ അവരൊരു റിലീജിയനിൽ വിശ്വസിക്കുന്നില്ല, ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തിൽ ഒരു വിശ്വാസമുണ്ട്, പക്ഷെ ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല, പക്ഷെ മതത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മൾ കാണുന്നത് ഈ മതത്തിൽ ചേർക്കാനായിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല. പക്ഷെ നമ്മൾ കാണുന്നത് ഒരു മതത്തിലേക്ക് ചേർക്കാൻ വരുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളവരോട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ക്രിസ്തു മതത്തിലേക്ക് ചേർക്കാൻ വരുന്നവരെ എന്നാണ് അവർ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ കാണുന്നവരോട് നമ്മൾ പറയണം, അങ്ങനെ അല്ല എന്ന് പറയണം, അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഞങ്ങൾ ഈ പണ്ട് ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ സുവിശേഷീകരണ കാലത്ത് പ്രത്യേകം ഇങ്ങനെ പറയുമായിരുന്നു. എങ്ങനെ അറിയാവോ? ഞങ്ങളൊരു മതത്തിൽ ചേർക്കാൻ വന്നവരല്ല, ഞങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നവരല്ല, മതം മനുഷ്യനെ രക്ഷിക്കുന്നതല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനൊരു വാചകമൊക്കെ പറയായിരുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് കാർൽ മാർക്സ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ അച്ചായനൊക്കെ അത് ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളാരും ഒരു മതത്തിൻ്റെ വക്താക്കളല്ല. നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നവരോ ഒരു മതത്തിലേക്ക് ചേർക്കുന്നവരോ അല്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് മതമല്ല, ഒരു മാർഗമാണ്, രക്ഷാവഴി എന്നാണ് പറയേണ്ടത്. അവരോട് നമ്മൾ പറയണം, അവരോട് തന്നെ പറയണം, ഞങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവരോട് നമ്മൾ പറയണം, ഞങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നവരല്ല. അപ്പം നിങ്ങൾ ക്രിസ്തു മതം ഇല്ല, ക്രിസ്തു മതം എന്ന് പറയുന്ന ഒരു മതം ഇല്ല ഈ ലോകത്തിൽ. യേശു ക്രിസ്തു ക്രിസ്തു മതം സ്ഥാപിക്കാൻ വന്നവനല്ല, യേശു ക്രിസ്തു ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എന്തോ? പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാലേ, ക്രിസ്തുമതം സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ബട്ട് നമ്മൾ അതിന്റെ അംബർലയിൽ, അതിന്റെ അടിയിലാണ് നമ്മൾ രജിസ്റ്റർ ബ്രദറൻ എന്ന് പറയുന്നത് ആ ഒരു അംബർലയുടെ അടിയിലാണ്. അത് വാലിഡ് ആയിട്ട് ഒരു വട്ടം എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, പക്ഷെ ഞാൻ മറുപടി പറഞ്ഞത് അത് ശരിയാണോ അറിയില്ല. ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളൊരു സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിസ്ത്യൻ എന്ന നമ്മുടെ ഭരണഘടനയുടെ അണ്ടറിൽ നമ്മൾ അങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം എനിക്ക് തൃപ്തിയല്ല ആ ഉത്തരവ്. അതെ, അല്ല, നമ്മൾ അവരോട് വ്യക്തമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങ് പറഞ്ഞാൽ മതി. നമ്മളൊരു മതത്തിൽ, നമ്മളൊരു മതക്കാരാണോ? അല്ലല്ലോ. ക്രിസ്തു മതം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടോ? ഇല്ല. അല്ല, അതാ പറഞ്ഞേ, അവരങ്ങനെ വിശ്വസിക്കുമ്പോൾ അവരോട് പറയണം. അതെ പറഞ്ഞു. അതെ, അത് ശരിയാണ്. അതൊക്കെ ശരിയാണ്. അത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥയുള്ളത് കൊണ്ട് നമ്മൾ ക്രിസ്ത്യനാണ്, കേട്ടോ, ക്രിസ്ത്യനാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമല്ല. നമ്മൾ ക്രിസ്ത്യനാണ്, ക്രിസ്ത്യാനിയാണ് നമ്മൾ, അത് തെറ്റല്ല. പക്ഷേ ഇതൊരു മതമല്ല, നമ്മൾ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ. ആ അർത്ഥത്തിലാണ് വേദപുസ്തകത്തിലും ക്രിസ്ത്യാനി എന്നുള്ള പദം വന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ലോകം കളിയാക്കി പറഞ്ഞ പേരാണ് ക്രിസ്ത്യാനി എന്നുള്ളത്. അത് നമ്മളങ്ങ് പറഞ്ഞാൽ മതി. അതിൽ ഒരു തെറ്റില്ല, നമുക്കതിൽ ലജ്ജിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു എൻ്റെ ഉള്ളത്തിലുണ്ട്, ആ ഉള്ളത്തിലുള്ള ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പക്ഷെ അതൊരു മതമല്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പ്രാർത്ഥിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞാൻ കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് കണ്ടില്ല, ഇത്രയും പേജ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുവിശേഷം പറയണം, അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്രാർത്ഥിക്കുന്ന കാര്യം, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, അത് വേണമെങ്കിൽ ഞാനൊരു വാട്സപ്പിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് അങ്ങനെ വേണേൽ ഞാൻ ചെയ്യാം. അത് ഒരു ദിവസം ഇരുന്നിട്ട്, ഇപ്പം അതൊന്നും ഇനി ഞാൻ പറയുന്നില്ല ആ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ നമ്മൾ ഈ ആരംഭിക്കുമ്പോൾ നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം.
പിന്നെ നമ്മുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പി എം അച്ഛനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഇതുപോലെ നിങ്ങൾക്കും ഈ യേശുവിലേക്ക് വരാം. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചല്ലോ, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഒരുത്തം പൊരുത് എന്ന് അപ്പോൾ ഉടനെ പറയും, അപ്പോൾ പൊരുത്ത് തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ദൈവദാസന്മാരുടെ കൂടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. മനസ്സിലായല്ലേ? അതാണ് ചെയ്യേണ്ടത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സമയം അല്പം കടന്നുപോയി എന്നുള്ളത് ശരിയാണ്. എങ്കിലും സമയം പോയത് അറിയാതെ അറിയിക്കാതെ വളരെ രസകരമായിട്ട് വളരെ പ്രത്യേകതയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഈ വിഷയത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്നലെയും ഇന്നുമായിട്ട് പ്രിയ ഗോപിനാഥൻ ബദറിനെ കർത്താവ് സഹായിച്ചു, അതിനായിട്ട് ഉപയോഗിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് വളരെ വിരളമായിട്ട് മാത്രമാണ് ലഭിക്കുന്നത്. എങ്കിലും ആ ലഭിക്കുന്ന അവസരങ്ങൾ ഏറ്റവും പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പല വാക്യഭാഗങ്ങളിൽ കൂടെ ദൈവദാസൻ കടന്നു പോകുവാനിടയായി. എത്ര പേര് കുറഞ്ഞ പക്ഷം ആ വാക്യങ്ങളൊക്കെ എഴുതിയെടുത്തോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സാധാരണയായിട്ട് പറയുന്നത് പോലെ നമുക്ക് ഓർമ്മശക്തി വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ എഴുതിയെടുത്തില്ലെങ്കിലും അതൊക്കെ ഓർക്കുവാൻ കഴിയും എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോകുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ വളരെ ശ്രദ്ധയോടെ എപ്പോഴും നമ്മുടെ കയ്യിൽ, ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ ഈ വചനങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചപ്പോൾ ബാലസംഘത്തിലൊക്കെ പഠിപ്പിച്ചപ്പം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എപ്പോഴും ദൈവവചനം വായിക്കുവാൻ തക്കവണ്ണം ഇരിക്കുമ്പോൾ അത് നമ്മുടെ പ്രൈവറ്റ് മെഡിറ്റേഷൻ ടൈമിലാണെങ്കിലും വി നീഡ് ടു ഹാവ് എ ബുക്ക് ആൻഡ് പെൻസിൽ ടുഗദർ വിത്ത് അസ്. എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. അതിനകത്തുനിന്ന് നമുക്ക് ഒരു ദിവസം ഒരു 10 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ എന്താണെന്നുള്ളത്. ആ 10 വാക്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. നമുക്ക് ചില മുന്നറിയിപ്പുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ രാവിലെ വായിക്കുന്ന ഈ 10 വാക്യങ്ങൾ നമ്മുടെ തുറന്നുള്ള മണിക്കൂറുകളിൽ നമുക്ക് എഫക്റ്റീവായിട്ട് തീരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അപ്പം നമ്മുടെ മെസ്സേജിനെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. സുവിശേഷമെന്ന ഈ മഹത്തായ സന്ദേശം, അതിൻ്റെ സൗരഭ്യം, അതിൻ്റെ സുഗന്ധം നമ്മൾ ചെല്ലുന്ന സ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിട്ട് പൗലോസ് പറയുന്ന ഒരു വാക്ക് എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവേശുവിൽ ഞങ്ങളുടെ ജോത്സവമായ